കൃത്യസമയത്ത്
ഞാൻ അവിടെ ഏട്ടൻ്റെ അവിടെ കിഷോട്ടർ ഈ പരിപാടി നടക്കാം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പി കെ ജയ, വികസന സാങ്കേതിക ചെയർപേഴ്സൺ പി ദീപ, വാർഡ് മെമ്പർമാരായിട്ടുള്ള ശ്രീ വിജേഷ്, ഗിരിജ, ജയന്തി. ഇപ്പോൾ സ്കൂള് തുറക്കുന്ന മുന്നേ തന്നെ മഴക്കുന്ന പെയ്ത് ക്ലീൻ ആക്കിയെന്നുണ്ടോ? ഇന്ന് എല്ലാ സ്കൂളും തുറക്കുന്നില്ല. കേരളത്തിലെ പല സ്കൂളുകളും തുറക്കേണ്ട തീരുമാനിച്ചിട്ടുണ്ട്. കാരണം കാലവർഷ പ്രശ്നം തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും പൊതുവായിട്ട് എല്ലാ സ്കൂളും തുറക്കുന്നുണ്ട്. ഇന്നലെ വരെ ആശങ്കയുണ്ടായിരുന്നു. കാരണം മന്ത്രി പറഞ്ഞ മിഞ്ഞാന്ന് മന്ത്രി പറഞ്ഞ നാളത്തെ ആണോ നോക്കട്ടെ, എന്തോ ഇന്നലെ വേണ്ടായില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വളരെ ആവേശം നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇപ്പോൾ അവിടെ നിർവഹിച്ചു കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇത് കേവലം ഒരു ആഘോഷം മാത്രമല്ല. ആഘോഷം നമ്മൾ എപ്പോഴും നടത്താറുണ്ട്. പക്ഷെ ആഘോഷം മാത്രം, ആഘോഷത്തിനപ്പുറത്തേക്ക് നമുക്ക് ഇനി എന്തെല്ലാം ചെയ്യാൻ വേണ്ടി കഴിയുക, ഈ മേഖലക്കകത്ത് നമുക്ക് എങ്ങനെ ഇനി കൂടുതൽ ഇടപെടാൻ വേണ്ടി കഴിയുക എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒരു പ്രവേശനം അടുത്ത പ്രവേശനോത്സവം വർദ്ധിപ്പിച്ചു വന്നുകൊണ്ട് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ വർക്ക് മേലെ നടക്കുക. നമുക്ക് മേലെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ രണ്ടാം ഘട്ടം പ്രവർത്തനം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനിയും ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുണ്ട്. നമ്മൾ വരുന്ന വഴി നമുക്കറിയാം. അപ്പം അതിൻ്റെ ചില ചർച്ചകൾ നടന്നു. അത് ഗതാഗതയോഗ്യമാക്കി മാറ്റാൻ ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് മന്ത്രി തന്നെ 20 ലക്ഷം രൂപ അലോട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് അതും അധികം വൈകാതെ തന്നെ നല്ല രൂപത്തിൽ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതിനപ്പുറത്തേക്ക് വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ കെട്ടും തുറന്ന ഭൂമിയിൽ പോയ ചതിരിയാണ് അല്ലേ? വാക്കുകളില്ല, പറയാനുള്ള വാക്കില്ല. അവർ ആരോട് ഉപമിക്കും? നമുക്കൊരാൾ ഉപമിക്കണമെങ്കിൽ ഒരു ആരോട് ഉപമിക്കും എന്ന് പറയാൻ കഴിയില്ല. അത്രയും നല്ല ഉണ്ട്. മറ്റിപ്പോ ലഹരിയുടെ കാര്യങ്ങൾ ഇപ്പൊ എല്ലാ സ്കൂൾ ലഹരികളാണ്. അതൊന്നും ഇവിടെ പറയുന്നില്ല. കാരണം ഇവിടെ നമ്മളെ ഈ കുട്ടികളൊന്നും അതിന് ബാധകമില്ല. കാരണം അവരെ ഞാൻ പറഞ്ഞിട്ട് ബേജാറാകണ്ട. നമ്മളിപ്പോ സ്കൂളിൽ സർക്കാർ തീരുമാനിച്ച സ്കൂളിൽ ലഹരി ബോധമൊക്കെ നടത്തുന്നതാണ്. എന്തായാലും ഇവിടെ അത് പറയേണ്ട അവർ ആവശ്യമെന്ന് തോന്നുന്നില്ല. അതൊക്കെ ട്രാഫിക് നിയമങ്ങളെ സംബന്ധിച്ച് ആ കുട്ടികൾ പറഞ്ഞു പറഞ്ഞിട്ട് അത്ര വിഷയമൊന്നും ഇപ്പൊ ഇവിടെ നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ദീപ, പ്രവർത്തകർ, അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞ എല്ലാ ആഘോഷങ്ങളും ഈ കുട്ടികളോടൊപ്പം. നമ്മൾ എന്തൊരു കാര്യം വരികയാണെങ്കിലും ഇവിടെ ഇവരുടെ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് ഇവരോടൊപ്പം ആഘോഷിക്കുക തന്നെയാണ്. നമ്മൾ ഓണാഘോഷങ്ങളായാലും മറ്റുള്ള വിശേഷ ദിവസങ്ങളായാലും എല്ലാം തന്നെ 43ഓളം കുട്ടികൾ ഇവിടെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ 35ഓളം കുട്ടികളാണ് ഇവിടെ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ AEO പ്രസാദ് മാഷ് ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട്. മാഷ് ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം 5 വർഷം ജില്ലയിൽ തന്നെ ഒന്നാമതായിട്ടുള്ളത് നമ്മുടെ തൃത്താല ബഡ്സ് സ്കൂളിലെ കുട്ടികളാണ്. ഒരു വർഷം മറ്റുള്ള സ്കൂളിൽ പഠിക്കുന്ന സാധാ കുട്ടികളെ പോലെ ഉള്ള പ്രയാസങ്ങൾ ഇല്ലായിരുന്നു എങ്കിൽ ഇവരും ഇന്ന് ഇവരുടെ കുട്ടികളുടെ അല്ലെങ്കിൽ ഇവരുടെ സഹോദരങ്ങളുടെ കൈപിടിച്ച് ഇന്നും ഈ മറ്റുള്ള സ്കൂൾ അതോടൊപ്പം തന്നെ ചേർന്നുകൊണ്ട് അവർക്ക് കുറച്ച് സമയം
ഇവിടെ വന്നിരിക്കാനും രാവിലെ ഏകദേശം ഒരു 9:30-10 മണിയാകുമ്പോഴേക്കും എല്ലാവരും എത്തി വൈകുന്നേരം 3 മണിക്ക് തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ അമ്മമാർക്കും കെട്ടിടങ്ങൾ ആണ് ഇതിനുള്ളിലുള്ളത്. അന്ന് ഇത്ര കുട്ടികൾ ഉണ്ടായിരുന്നില്ല, ഈ കെട്ടിടം കയറുന്ന സമയത്ത് ഇത്ര കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അവനെയും കൊണ്ട് നടന്ന് കാട്ടി അത് പോകുമ്പോൾ ഇനി അടുത്തതും ഒന്നും കൂടെ ഞങ്ങൾക്ക് ഇങ്ങനെ പോരണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സന്തോഷം അത് നമുക്ക് അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ ഇതറിയുള്ളൂ, എത്രമാത്രം അവർ ഓരോന്നിനെയും കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അപ്പോഴേ അറിയാം. അവസാനിപ്പിക്കുന്നു. സംസ്ഥാനത്തിന് വേണ്ടി ആദ്യം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കുബ്ര ഷാജാനി. ഉദ്ഘാടനം ചെയ്ത പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികളെ, അധ്യാപകരെ, വിദ്യാർത്ഥികളെ, മുന്നേ സംസാരിച്ചവരൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ദീപാംബർ ആശംസ അറിയിച്ചിട്ടുണ്ട്. ചടങ്ങിൻ്റെ അധ്യക്ഷൻ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീനിവാസൻ, ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പഞ്ചായത്തിൻ്റെ അധ്യക്ഷ പി കെ അജയ, വിശിഷ്ട അതിഥികളായിട്ടുള്ള നമ്മുടെ AEO പ്രസാദ് മാസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഫെഡറൽ ബാങ്ക് മാനേജർ പ്രവേശനോത്സവമായി ആഘോഷിക്കുകയാണ്. അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം, പ്രാദേശികമായ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് ഇതൊരു വേറൊരു ഒരു മേഖലയായി പ്രവർത്തിക്കുന്ന ബഡ്സ് സ്കൂൾ, തൃത്താല ഗ്രാമപഞ്ചായത്തിൻ്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഈ സ്കൂളിലെ അതെല്ലാം കൊണ്ടും ഒരു വേർപെട്ട് നിൽക്കുന്ന ഒരു പ്രവർത്തനമായി കാണുകയാണ്. നൽകാവുന്നതാണ്. മുഹമ്മദ് ഹാഷിർ, ബിജു, മുഹമ്മദ് സുഹൈൽ, അൽസാബിത്ത്, മുഹമ്മദ് യാസീൻ, സുഹൈൽ, സ്വാതി കൃഷ്ണ, ഫർഹാന, ജെസി റാഫിയ, ജസീന, ദീപ, നിവേദിയ,
കൈമാറാണ്. അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം വീടരാരവാ എന്റെ ഇടുത്തു കിട്ടി നിന്റെ കരള് പൊട്ടി ഏറ്റവും പിരിശത്താരേ ആറ്റൽ വീടരാരവാ എന്റെ ഇടുത്തു കിട്ടി എന്റെ കരള് പൊട്ടി അന്ന് പറഞ്ഞതല്ല പെണ്ണെ മറക്കില്ലെന്നോ എന്റെ പിരിശത്താലേ ആറ്റൽ വീടരാറിവാ എന്റെ ഇടുത്തു കിട്ടി. മഞ്ചുള്ള പെണ്ണിന് ഒരു പാട്ടിന് പിന്നെ അതിന്റെ കരോക്കെ ഉണ്ട്. കരോക്കെ മഞ്ചുള്ള പെണ്ണല്ലേ ഒരു പാട്ട്. കുഞ്ചുന്ന മൊഴിയല്ലേ അഴകുള്ള രാവല്ലേ കുളിരുന്നിരാവല്ലേ അതുകൊണ്ട പൂ പോലെ അരികത്തുവയിൽ കരിവിരിയിലയിൽ ആഴത്തിന്റെ സുറുമയിൽ മഞ്ചുള്ള പെണ്ണല്ലേ കൊഞ്ചുന്ന മൊഴിയല്ലേ ब्यूटीफुल प्लेस ये कितना सुंदर देखिए पूरा यहाँ वहाँ पहाड़ हर जगह पहाड़ नीचा पर है बहुत ग्रीन ग्रीन पड़ा है।
ചന്ദ്രകാന്തം കൊണ്ടു നാലുകെട്ട് അതിൽ ചന്ദനമണിയുള്ള പൊന്നോല. ചന്ദ്രകാന്തം കൊണ്ടു നാലുകെട്ട് അതിൽ ചന്ദനമണിയുള്ള പൊന്നോല. ഋതുക്കൾ പണിയാം അകലേക്കു മറയുന്ന ക്ഷണഭംഗികൾ. മഴവില്ലു താഴെ വീണുടയുന്ന മാനത്ത് വിരവമേക ശ്യാമഘന ഭംഗികൾ. പിരിയുന്ന